ഹായ്, എൻ്റെ പേര് രജിൻ. വെൽക്കം ടു റേസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂൺ 30 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ യൂട്യൂബ് ചാനലിൽ ചെന്നിട്ട് അവിടെ നിങ്ങൾക്ക് വീഡിയോസ് കാണാവുന്നതാണ്. എല്ലാ വീഡിയോസും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ജൂൺ 30 കറണ്ട് അഫയേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഗുജറാത്ത് വഡോദരയിൽ റീസെന്റ് ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രോജക്റ്റ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രോജക്റ്റ് കൊണ്ടുവന്നു. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഡോദര ഡിസ്ട്രിക്റ്റിലെ 1000 സ്കൂൾസിലാണ്, ഈ ഗവൺമെന്റ് സ്കൂൾസിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്. അപ്പം എത്ര സ്കൂൾസ് ആണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. 1000 സ്കൂൾസിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റിലെ ഗുജറാത്തിലെ വഡോദര എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിസ്ട്രിക്റ്റ് ആണ് ഇങ്ങനെ ഒരു അത്രയും ഹ്യൂജ് ആയിട്ട് 1000 സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂൾസിൽ ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടി ന്യൂസിൽ സ്പെസിഫിക് ആയിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 960 963 സ്കൂൾസ് ഒന്നും കൊടുത്തിട്ടുണ്ട്. ബട്ട് അവർ ഉദ്ദേശിച്ചിരുന്നത് ഈ ഒരു പ്രോജക്റ്റ് 1000 സ്കൂൾസിൽ ചെയ്യാനാണ്. സോ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇൻ കേസ് സ്കൂളിന്റെ നമ്പർ ആണ് ചോദിക്കുന്നതെങ്കിൽ ചിലപ്പം 1000 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000 ആയിരിക്കും ആൻസർ. ഇൻ കേസ് 1000 ഇല്ലെങ്കിൽ 960 963 ആയിരിക്കും ആൻസർ. അപ്പം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഫാക്ട്സ് കൂടി കണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ആ ഒരു ഫാക്ട്സ് കൂടി പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നേക്കുന്ന ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രോജക്റ്റ്, ഇത്രയും ഹ്യൂജ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രോജക്റ്റ് കൊണ്ടുവന്നേക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വഡോദര ഡിസ്ട്രിക്റ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ റീസെന്റ് നമ്മുടെ ഇന്ത്യയിൽ കുറെ ആപ്സ് ബാൻ ചെയ്തു. 59 മൊബൈൽ ആപ്സ് ആണ് ബാൻ ചെയ്തത്. ഈ ബാൻ ചെയ്ത എല്ലാ ആപ്സും ചൈനയിലെ ആപ്സ് ആണ്, ചൈനയായിട്ട് ബിലോങ് ചെയ്യുന്ന ആപ്സ് ആണ്. അപ്പം 59 മൊബൈൽ ആപ്സ് ആണ് നമ്മുടെ ഇന്ത്യയിൽ, ചൈനയിൽ നിന്നുള്ള 59 മൊബൈൽ ആപ്സ് ആണ് ഈ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം ഗവൺമെന്റ് ബാൻ ചെയ്തേക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്കറിയാം, ഇപ്പം ഈ ഒരു ന്യൂസ് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ഈ ഒരു അടുത്തിടെ ആയിട്ട്. ടിക്ടോക്ക്, ഇതേപോലത്തെ എക്സെൻഡർ, ഇതേപോലത്തെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കുറെ ആപ്സ് ആണ് ഇപ്പം ബ്ലോക്ക് ചെയ്തത്, ബാൻ ചെയ്തത് ഇന്ത്യയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ റീസെന്റ് ഒരു പോർട്ടബിൾ ഓക്സിജൻ യൂണിറ്റ് കൊണ്ടുവന്നു റീസെന്റ്. അത് ഡെവലപ്പ് ചെയ്ത് എന്ന് പറയുന്നത് CSIR, കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. അതിലെ സയന്റിസ്റ്റുകളാണ് ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തത്. ഈ ഒരു പോർട്ടബിൾ ഓക്സിജൻ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ സിലിണ്ടേഴ്സിന് വേണ്ടി പോകേണ്ട കാര്യമില്ല. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലായാലും ശരി, ഹോസ്പിറ്റലിലായാലും ശരി, കുറച്ചുകൂടി ഈസി ആയിട്ട് ഓക്സിജൻ ആവശ്യമുള്ളവർക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു പോർട്ടബിൾ ഓക്സിജൻ യൂണിറ്റ് ആണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തേക്കുന്നത് നമ്മുടെ CSIR നാഷണൽ കെമിക്കൽ ലബോറട്ടറി പൂനെയിലെ സയന്റിസ്റ്റുകളാണ് ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പൊ റീസെന്റ് 600 മെഗാവാട്ടിന്റെ ഹൊലങ്ചു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് കൊണ്ടുവരാൻ പോവാണ്. അതിന്റെ ഒരു എഗ്രിമെന്റ് ആയി. അപ്പൊ അത് കൊണ്ടുവരുന്നത് ഇന്ത്യയും ഭൂട്ടാനും കൂടി ചേർന്നാണ് ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. ഇത് ശരിക്കും കൊണ്ടുവരുന്നത് ഭൂട്ടാനിലാണ് കൊണ്ടുവരുന്നത്. അപ്പം 600 മെഗാവാട്ടിന്റെ കൊലംചു എന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൊണ്ടുവരുന്നത് ഇന്ത്യയും ഭൂട്ടാനും കൂടി ചേർന്നിട്ടാണ് കൊണ്ടുവരുന്നത്. ഒരു ഇൻഡോ ഭൂട്ടാന്റെ ഒരു ജോയിന്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത കറണ്ട് അഫയറിലേക്ക് പോവാം. ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്ലാസ്മ ബാങ്ക് ഇത് കൊണ്ടുവരുന്നത് ഡൽഹിയിലാണ് കൊണ്ടുവരുന്നത്. പ്ലാസ്മ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും COVID-19 റിലേറ്റഡ് ആണ്. നമുക്കറിയാം കോവിഡ്-19 ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. COVID-19 ഇത് വന്നിട്ട് അതിൽ നിന്ന് റിക്കവർ ആയ പേഷ്യൻസിന്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു പ്ലാസ്മ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് പ്ലാസ്മ ഡൊണേറ്റ് ചെയ്യാം ഈ റിക്കവർ ആയ പേഷ്യൻസിന്. അപ്പം അവരിൽ നിന്നാണ് ഈ ഒരു പ്ലാസ്മ വാങ്ങിയിട്ട് ഒരു പ്ലാസ്മ ബാങ്ക് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡൽഹിയിൽ കൊണ്ടുവരുന്നത്. അടുത്ത കറണ്ട് അഫയറിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, അപ്പം പ്രോജക്ട് പ്ലാറ്റിന ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആണ്? അപ്പം പ്രോജക്ട് പ്ലാറ്റിന എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ആയിട്ട് റിലേറ്റഡ് ആണ്. പ്രോജക്ട് പ്ലാറ്റിന എന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ COVID-19 ആയിട്ട് റിലേറ്റഡ് ആണ്, പാൻഡമിക് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പം ഇതിലെ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഈ പറയുന്ന പ്ലാസ്മ തെറാപ്പി സെന്റേഴ്സ് കൊണ്ടുവരുന്നതാണ് ശരിക്കും ഈ പ്രോജക്ട് പ്ലാറ്റിന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വേൾഡിൽ തന്നെ ആദ്യമായിട്ട് നാഗ്പൂരിലാണ് ഈ ഒരു വേൾഡ് ഫസ്റ്റ് പ്ലാസ്മ ട്രയൽ സെന്റേഴ്സ് കൊണ്ടുവന്നേക്കുന്നത്.
അപ്പോൾ ഓൾറെഡി ഏപ്രിലിൽ ഒരു ട്രയൽ ചെയ്തായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ സെൻട്രലിൽ നിന്ന് മഹാരാഷ്ട്രയ്ക്ക് NOC കിട്ടിയത് ഇതും കൊണ്ട് മുമ്പിലോട്ട് പോകാൻ വേണ്ടി. അപ്പം ഇപ്പം മഹാരാഷ്ട്രയിലാണ് നമ്മുടെ ഈ ഒരു സംഭവം പ്രോജക്ട് പ്ലാറ്റിനെ ഇംപ്ലിമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ദ ലാർജസ്റ്റ് പ്ലാസ്മ തെറാപ്പിയാണ് സംഭവം. പ്ലാസ്മ തെറാപ്പി ട്രയൽ ആണ്, വേൾഡിൽ തന്നെ ലാർജസ്റ്റ് പ്ലാസ്മ തെറാപ്പി ട്രയൽ ആണ്. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സംഭവം ചെയ്തത് നാഗ്പൂരിലാണ് ചെയ്യുന്നത്. അപ്പം വേൾഡിൽ തന്നെ ആദ്യമായിട്ട് ആ ഒരു പ്ലാസ്മ ട്രയൽ സെന്റർ കൊണ്ടുവന്നത് നാഗ്പൂരിലാണ്. വേൾഡ് ഫസ്റ്റ് പ്ലാസ്മ ട്രയൽ സെന്റർ നാഗ്പൂർ ആണ്. ആൻഡ് പ്രോജക്ട് പ്ലാറ്റിന ലോഞ്ച് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ദ ലാർജസ്റ്റ് പ്ലാസ്മ തെറാപ്പി ട്രയൽ ഫോർ COVID-19 ആണ്. നെക്സ്റ്റിലേക്ക് പോകാം നമുക്ക്. ഹരിയാനയിലാണ് ഇപ്പം റീസെന്റ് 1000 ആയുഷ് അസിസ്റ്റൻസിനെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. മൊത്തം 1000 ആയുഷ് അസിസ്റ്റൻസിനെയും 22 ആയുഷ് കോച്ചസിനെയാണ് റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു സംഭവം റിക്രൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ യോഗയെ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പം ഇതിന്റെ അണ്ടറിൽ യോഗശാലാസിലാണ് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോകുന്നതും ഇവരെ വെച്ച് ബാക്കിയുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നതും. അപ്പം ഈ ഒരു 1000 ആയുഷ് അസിസ്റ്റൻസിനെയും 22 ആയുഷ് കോച്ചസിനെയും കൊണ്ട് റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇത്രയും മാസമായിട്ട് റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഹരിയാനയാണ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത കറണ്ട് അഫയറിലേക്ക് പോവാം. അപ്പൊ സങ്കൽപ് പർവ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ കൾച്ചറൽ മിനിസ്ട്രി കൊണ്ടുവന്നേക്കുന്ന ഒരു ക്യാമ്പയിനിങ് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ആണ്. 2 വീക്ക് സെലിബ്രേഷൻ ആണ്. ആക്ച്വലി ഇതുവരെ ചെയ്യാൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് പ്ലാന്റ്സിനെ പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഇതുവഴി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു 2 ആഴ്ചയാണ് ഈ ഒരു സംഭവം പോകുന്നത്. അപ്പൊ ഈ 2 ആഴ്ച കൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഓഫീസുകൾ, മെയിൻലി ഈ കൾച്ചറൽ മിനിസ്ട്രിന്റെ അണ്ടറിൽ വരുന്ന ഓഫീസുകൾ, ക്യാമ്പസുകൾ, ഇതിന്റെ അകത്തെല്ലാം മാക്സിമം സ്പേസിൽ മാക്സിമം നമ്പർ ഓഫ് പ്ലാന്റ്സിനെ പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിനിങ് കൊണ്ട് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 ആഴ്ച കൊണ്ടാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പേരാണ് സങ്കൽപ് പർവ എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്ന മിനിസ്ട്രി ഏതാണെന്നായിരിക്കും എക്സാമിൽ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് കൾച്ചറൽ മിനിസ്ട്രിന്റെ അണ്ടറിലാണ് ഈ ഒരു സംഭവം. ഇതിൽ ആക്ച്വലി ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ആംഗിളിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 5 ട്രീസിനെ ആണ് സെലക്ട് ചെയ്തേക്കുന്നത് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി. ആ ഒരു ട്രീസിന്റെ നെയിംസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് വായിക്കണം എന്നുള്ളവർക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് അത് വായിക്കാവുന്നതാണ്. നമുക്ക് അടുത്തതിലോട്ട് പോവാം. റീസെന്റ് നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റ് 1691 crores ആണ് ജമ്മു ആൻഡ് കാശ്മീരും ഉത്തരാഖണ്ഡിലെ റോഡ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അലോട്ട് ചെയ്തത്. ഇത് അലോട്ട് ചെയ്തതിന്റെ പുറകിൽ ഒരു കാരണം കൂടി ഉണ്ട്. നമുക്കറിയാം ഇപ്പം റീസെന്റ് ചൈന ഇന്ത്യ ആയിട്ടുള്ള ഇഷ്യൂ. അപ്പൊ ഈ ഒരു ഇഷ്യൂവിന്റെ സമയത്ത് എന്തെങ്കിലും സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന ആംസ് ആയാലും എന്തെങ്കിലും വാർ ഉണ്ടാവുകയാണെങ്കിൽ ആംസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തിനും റോഡ് ഫെസിലിറ്റി ബെറ്റർ ആയിരിക്കണം. അപ്പം അതിനുവേണ്ടിയാണ് നമ്മുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ കൂടി ചേർന്നിട്ട് ജമ്മു ആൻഡ് കാശ്മീരിലെ റോഡ്സും അതേപോലെ ഉത്തരാഖണ്ഡിലെ റോഡ്സും ഇത് മൊത്തം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു 1691 crores ഇപ്പം റീസെന്റ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ 2020-2021 അകത്ത് എത്രയും പെട്ടെന്ന് ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു എമൗണ്ട് ഇമ്പോർട്ടന്റ് ആണ്. 1691 crores ആണ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ജമ്മു ആൻഡ് കാശ്മീരും ഉത്തരാഖണ്ഡും. നെക്സ്റ്റ് FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. അപ്പം ഈ ഒരു സംഭവം ആദ്യമായിട്ട് ഒരു റിപ്പോർട്ട് നമ്മുടെ ഇല്ലീഗൽ ആൻഡ് വൈൽഡ് ലൈഫ് ട്രേഡിന്റെ അഗെയിൻസ്റ്റ് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നു. ആദ്യമായിട്ടാണ് ഈ FATF ഇങ്ങനൊരു റിപ്പോർട്ട്, ഈ പറയുന്ന വൈൽഡ് ലൈഫ് ട്രേഡിന്റെ അഗെയിൻസ്റ്റ് ഒരു റിപ്പോർട്ട് കൊണ്ടുവരുന്നത്. അപ്പം ആ റിപ്പോർട്ടിന്റെ പേര് എന്ന് പറയുന്നത് മണി ലോണ്ടറിങ് ആൻഡ് ദ ഇല്ലീഗൽ വൈൽഡ് ലൈഫ് ട്രേഡ് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിന്റെ FATFന്റെ റിപ്പോർട്ടിന്റെ പേരെന്ന് പറയുന്നത്. അപ്പം ഇതിൽ അത് പറഞ്ഞേക്കുന്നത് FATF പറഞ്ഞേക്കുന്നത് നമ്മളുടെ വേൾഡ് വൈഡിൽ നടക്കുന്ന ഇതേപോലെ ആനിമൽസിന്റെ ട്രേഡ് ശരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം COVID-19 ശരിക്കും വന്നത് ചൈനയിലെ മീറ്റ് മാർക്കറ്റിൽ നിന്നാണ്. അപ്പം ഈ ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നതും അതാണ്, ഇല്ലീഗൽ ട്രേഡ് കാരണം ആനിമൽസിൽ നിന്ന് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പാൻഡമിക്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ വൈറസ് ഡിസീസ് അതിനെക്കുറിച്ചാണ് ശരിക്കും അവർ ഈ റിപ്പോർട്ടിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു റിപ്പോർട്ടിന്റെ പേര് മണി ലോണ്ടറിങ് ആൻഡ് ദ ഇല്ലീഗൽ വൈൽഡ് ലൈഫ് ട്രേഡ് എന്നാണ് ആ ഒരു റിപ്പോർട്ടിന്റെ പേര്. കൊണ്ടുവന്നേക്കുന്നത് FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് FATFന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പാരീസ്, ഫ്രാൻസിലാണ്. ഇത് ആദ്യമായിട്ടാണ് ഈ റിപ്പോർട്ട് കൊണ്ടുവരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. മോറോവർ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് അഫയർ ഇപ്പൊ നടക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് നല്ലപോലെ റിലേറ്റഡ് ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. നെക്സ്റ്റ്
നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നാസയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അത് എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നാസ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വാഷിംഗ്ടൺ DC-യിലാണ്. നാസ ഫൗണ്ട് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1958 ആണ്. അപ്പൊ നാസയുടെ വാഷിംഗ്ടൺ DC-യിലുള്ള ഹെഡ് ക്വാർട്ടർ ബിൽഡിംഗിനെ റീനെയിം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ആരുടെ നെയിമിലാണ് അത് റീനെയിം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്? അപ്പൊ അത് റീനെയിം ചെയ്യുന്നത് മേരി ജാക്സന്റെ പേരിലാണ് അത് റീനെയിം ചെയ്യുന്നത്. മേരി ജാക്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ബ്ലാക്ക് ഫീമെയിൽ എഞ്ചിനീയർ അറ്റ് നാസയാണ്. ദ ഫസ്റ്റ് ബ്ലാക്ക് ഫീമെയിൽ എഞ്ചിനീയർ അറ്റ് നാസ. അപ്പൊ ഇതൊരു സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ കൂടിയാണ്, ദ ഫസ്റ്റ് ബ്ലാക്ക് ഫീമെയിൽ എഞ്ചിനീയർ അറ്റ് നാസ എന്നുള്ളത്. അപ്പൊ ഈ ഒരു മേരി ജാക്സൺ കാരണമാണ് നമ്മുടെ ആഫ്രിക്കൻ അമേരിക്കൻസിന് കുറച്ചുകൂടി ആഫ്രിക്കൻ അമേരിക്കൻസിലെ വുമൻസിന് കുറച്ചുകൂടി എഡ്യൂക്കേഷനും എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഫീൽഡിലോട്ട് വരാൻ സാധിച്ചത്. അപ്പം ആ ഒരു അതേപോലെ നാസയ്ക്ക് വേണ്ടി ചെയ്ത ഒരു വർക്കിന് കൂടി ചേർത്തിട്ടാണ് നാസയുടെ വാഷിംഗ്ടൺ DC-യിലെ ബിൽഡിങ്ങിനെ മേരി ജാക്സന്റെ നെയിമുമായിട്ട് റീനെയിം ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ഡേ ഓഫ് ട്രോപ്പിക്സ്. അപ്പൊ യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ഡേ ഓഫ് ട്രോപ്പിക്സ് എന്നാണ് അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. June 29 നമ്മൾ ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിലുള്ള എല്ലാ കൺട്രീസിന്റെ ആ ഒരു ഏരിയക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ ആ ഒരു ഏരിയ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, അതിന്റെ എഗെയിൻസ്റ്റ് ഒരു അവയർനെസ്, അതിനൊക്കെ വേണ്ടിയാണ് ഈ ട്രോപ്പിക്കൽ ഏരിയയുടെ അവിടെ ഉള്ള ഈ ഒരു ഇഷ്യൂസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡേ ശരിക്കും ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അത് ഒബ്സർവ് ചെയ്യുന്നത് June 29 ആണ്. ആൻഡ് അത് കൂടാതെ ഇതിലും എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വരുന്നുണ്ട്. ഈ ഒരു ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഫോറസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ അകത്തുള്ളതാണ്, നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ എഗെയിൻ ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വരുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ കണ്ടായിരുന്നു, ഇന്നലെയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ടായിരുന്നു, ഇതിന് മുമ്പത്തെ കറണ്ട് അഫയറിലും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ആഴ്ച ലാസ്റ്റ് 7 days അകത്ത് ഇത് 3ാമത്തെ തവണയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞ സംഭവം ന്യൂസിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ലാസ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ മുമ്പത്തെ വീഡിയോയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നിങ്ങൾ കാണാവുന്നതാണ്. അവിടെ മൊത്തം 17 സസ്റ്റൈനബിൾ ഗോൾസ് മൊത്തം ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ റീസെന്റ് നമ്മുടെ വേൾഡ് ബാങ്ക് നമ്മളുടെ റിവർ ഗംഗ റീജുനേറ്റ് ചെയ്യാൻ വേണ്ടി $400 million ആണ് അപ്രൂവ് ചെയ്തേക്കുന്നത്. $400 million ആണ് അപ്രൂവ് ചെയ്തേക്കുന്നത് നമ്മുടെ റിവർ ഗംഗ റീജുനേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം വേൾഡ് ബാങ്ക് ആണ് അലോട്ട് ചെയ്തേക്കുന്നത്. ഇതൊരു നമാമി ഗംഗ പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇത് വഴി നമ്മുടെ ഗംഗയുടെ ബേസിൻ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നാഷണൽ ഗംഗ റിവർ ബേസിൻ പ്രോജക്ട്സ് അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൊത്തം എമൗണ്ട് എത്ര ആണോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. $400 million ആണ് എമൗണ്ട് എന്ന് പറയുന്നത്. അലോട്ട് ചെയ്തത് വേൾഡ് ബാങ്ക് ആണ് അലോട്ട് ചെയ്തത്. നെക്സ്റ്റ്, മിക്കായൽ മാർട്ടിൻ ഏത് കൺട്രിയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ്? സോ മിക്കായൽ മാർട്ടിൻ എന്ന് പറയുന്നത് അയർലാൻഡിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് മിക്കായൽ മാർട്ടിൻ. അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാം വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട്. വിന്നി മഹാജൻ പഞ്ചാബിന്റെ ആദ്യത്തെ ഫസ്റ്റ് വുമൺ ചീഫ് സെക്രട്ടറിയാണ് വിന്നി മഹാജൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ഇതിന് മുമ്പുള്ള 2 ദിവസത്തെ ഇമ്പോർട്ടന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന്റെ നോട്ട്സ് ഒക്കെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. സോ നിങ്ങൾക്ക് വീഡിയോ അവിടെ ചെന്ന് കണ്ടതിന് ശേഷം, ഇതിന് മുമ്പ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് അവിടെ ചെന്ന് കണ്ടതിന് ശേഷം ഇവിടെ വന്ന് ഈ ക്വിസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. How many districts will be covered in Nasha Mukt Bharat annual action plan which was launched by Social Justice and Empowerment Ministry? ഇപ്പൊ നമ്മൾ ലാസ്റ്റ് സംസാരിച്ചതാണ്. മൊത്തം 272 ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത ഡിസ്ട്രിക്ട്സ് ആണ് ഇതിൽ കവർ ചെയ്യുന്നത്. ഈ നശ മുക്ത് ഭാരത് ആക്ഷൻ പ്ലാൻ 2020 ആനുവൽ ആക്ഷൻ പ്ലാൻ 2020-2021 കവർ ചെയ്യുന്ന 272 ഡിസ്ട്രിക്ട്സ് ആണ് കവർ ചെയ്യുന്നത്. നെക്സ്റ്റ്, നെയിം ദ ഓർഗനൈസേഷൻ വിച്ച് ഓർഗനൈസ് ദി ഫസ്റ്റ് എവർ വെർച്വൽ ഹെൽത്ത് കെയർ ആൻഡ് ഹൈജീൻ എക്സ്പോ 2020 ഇനോഗ്രേറ്റഡ് ബൈ യൂണിയൻ മിനിസ്റ്റർ. അപ്പം ഈ ഒരു സംഭവം ഓർഗനൈസ് ചെയ്തേക്കുന്നത് FICCI ആണ്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ആണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, വേൾഡ് ബാങ്ക് ഹാസ് സാങ്ഷൻഡ് $500 million to which country for cross country
റോഡ് പ്രോജക്ട്സ്. അപ്പം ഈ ഒരു ക്രോസ് കൺട്രി റോഡ് പ്രോജക്റ്റിൽ നമ്മുടെ ഇന്ത്യയുടെ ബോർഡറുമായിട്ടും അത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ ബോർഡറായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു കൺട്രിയുടെ ക്യാപിറ്റലിനെ നമ്മുടെ ഇന്ത്യൻ ബോർഡേഴ്സുമായിട്ട് കൂടി കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ റോഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എമൗണ്ട് $500 million ആണ്. ആ എമൗണ്ട് ഇമ്പോർട്ടന്റ് ആണ്. അത് അലോട്ട് ചെയ്തിരിക്കുന്നത് വേൾഡ് ബാങ്ക് ആണ്. അപ്പൊ അത് ചെയ്തേക്കുന്നത് ബംഗ്ലാദേശിന് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, the Panchayat Raj Department of which state has won first prize under E-Panchayat Puraskar 2020? അപ്പൊ ഈ ഒരു അവാർഡ് കിട്ടിയത് ഹിമാചൽ പ്രദേശിന്റെ പഞ്ചായത്ത് രാജ് ഡിപ്പാർട്ട്മെന്റിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു അവാർഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലപോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പബ്ലിക്കിന് വേണ്ടിയുള്ള ആപ്സിന് പ്രൊമോഷൻ, ഡെവലപ്മെന്റ്, അതിന്റെ യൂസേജ്, അതിന് വേണ്ടിയാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, how many district hospitals of Jammu and Kashmir has won Kayakalp Award 2019-2020 for their achievement in health sector? അപ്പൊ ഈ ഒരു കായാകൽപ് അവാർഡ് സ്വച്ഛ് ഭാരത് അഭിയാനുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം ഇത് കിട്ടിയേക്കുന്നത് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ 6 ഹോസ്പിറ്റൽസിനാണ് കിട്ടിയേക്കുന്നത്. അതിലും 4 ഹോസ്പിറ്റൽസ് ഏറ്റവും ടോപ്പ് റാങ്കിലാണ് വന്നത്. ആ 4 ഹോസ്പിറ്റലിന് 50 lakhs ക്യാഷ് അവാർഡും കിട്ടുന്നുണ്ട്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ only Indian city ranked among top 30 list in Global Startup Ecosystem Ranking 2020 released by Startup Geno. അപ്പൊ ഇതെന്ന് പറയുന്നത് ബംഗളൂരു ആണ് ഈ ഒരു ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റാങ്കിങ് 2020 വന്നേക്കുന്ന ഒരേ ഒരു സിറ്റി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൽഹി ഉണ്ട്. ഡൽഹി പക്ഷേ 36th റാങ്കിലാണ് ഉള്ളത്. നെക്സ്റ്റ്, which IA institute ranked top among Indian institute in the Young University Ranking 2020 released by Times Higher Education? ഇപ്പൊ the Young University Ranking 2020 അനുസരിച്ച് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഹോങ്കോങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അതാണ് റാങ്ക് 1 നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളത് IIT റോപ്പർ ആണ്. റോപ്പർ എന്ന് പറയുന്നത് പഞ്ചാബിലാണ്. അപ്പൊ IIT റോപ്പർ ആണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും മുമ്പിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. നെക്സ്റ്റ്, അപ്പം 2 days ഡിഫൻസ് കോൺക്ലേവ് നടന്നായിരുന്നു. അപ്പൊ അത് ഏത് സ്റ്റേറ്റിൽ വെച്ചാണ് നടന്നേക്കുന്നത് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ 2 days ഡിഫൻസ് കോൺക്ലേവ് നടന്നത് ഗുജറാത്തിൽ വെച്ചാണ് നടന്നത്. നെക്സ്റ്റ്, the space agency from which country set to take its first tourist on spacewalk in 2023? അപ്പം അതെന്ന് പറയുന്നത് റഷ്യയാണ്. ഫസ്റ്റ് ടൂറിസ്റ്റ് ഓൺ സ്പേസ് വാക്ക് കൊണ്ടുപോകാൻ പോകുന്നത് 2023 അത് റഷ്യയാണ് കൊണ്ടുപോകാൻ പോകുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കറൻസി ഓഫ് ബംഗ്ലാദേശ്? ടാക്കയാണ് ബംഗ്ലാദേശിന്റെ കറൻസി എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇനിയിപ്പം നമ്മൾ നാളെ വീണ്ടും കാണും ഇന്നത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട്. അപ്പൊ ഇതിന് മുമ്പുള്ള കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ പോയി കാണാവുന്നതാണ്. അതേപോലെ നമ്മളവിടെ ആപ്റ്റിറ്റ്യൂഡിന്റെ ഷോർട്ട് കട്ട് വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതേപോലെ ഇനി കമ്മിങ് ഡേയ്സും നമ്മളുടെ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. മലയാളത്തിലുള്ള നമ്മളുടെ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ വരുമ്പോൾ തന്നെ അതിന്റെ ഒരു കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. അപ്പൊ നമ്മൾ നാളെ വീണ്ടും കാണാം ഇന്നത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട്. അപ്പം താങ്ക് യു.